വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഭീതി പടർത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഊർജിതം. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തിരച്ചിൽ തുടരുന്നതിനിടെ പ്രദേശത്ത് വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ ആട് ചത്തു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ കടുവയെ കൂട്ടിലേക്ക് മാറ്റുന്നതിനാണ് പരിഗണന. നമുക്ക് ശുഭസൂചനയാണ്, കാരണം ഇത് കൂടിന് അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഇന്ന് ജാഗ്രത പാലിക്കേണ്ടതാണ്. പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കി ഈ വഴിയുള്ള ഗതാഗതം ഒഴിവാക്കിക്കൊണ്ടും അടുത്തുള്ള വീടുകളിലുള്ള തൊഴുത്തുകളിലുള്ള ആടുകളെ ബന്ദോബസ്തിലാക്കിക്കൊണ്ടും പരമാവധി ആ ഭാഗത്തുള്ള ലൈറ്റുകളും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം തന്നെ കടുവ വരാൻ സാധ്യത കുറയും. വനംവകുപ്പിൻ്റെ ഒരു സാന്നിധ്യം 24 മണിക്കൂറും ഇവിടെ ഉണ്ടാവും. കൂങ്കിയാനകൾ എത്തിയിട്ടുണ്ട്. കൂങ്കിയാനകളെ ആവശ്യമെങ്കിൽ ഈ ഭാഗത്ത് പെട്രോളിങ്ങിന് നിയോഗിക്കും. കഴിവതും ഡിസ്റ്റർബൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഭാഗത്തേക്ക് ഈ കൂട്ടിലേക്ക് കടുവയെ ആകർഷിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അത് ഫലം കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുർജിത്ത് അയ്യപ്പനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഉടൻ പിടിയിലാകും, കൂട്ടിലാകും കടുവയെന്നാണോ വനംവകുപ്പ് പറയുന്നത്? പ്രതീക്ഷയുണ്ട് ഉന്മേഷ്. ആ പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാരുടെയും ആഗ്രഹം അതുതന്നെയാണ്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ് വനംവകുപ്പ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇന്ന് കുങ്കിയാനകളെ ഇറക്കിയിട്ടില്ല. എനിക്ക് പിറകിലുള്ളത് കോന്നി സുരേന്ദ്രനാണ്. ഈ കുങ്കിയാനയെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ആ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് തൊട്ട് അടുത്തുള്ള അമരക്കുനിക്ക് അടുത്തുള്ള ഒരു തേക്കിൻ തോട്ടമുണ്ട്. ആ തേക്കിൻ തോട്ടത്തിലാണ് ഈ ആനകളെ തളച്ചിരിക്കുന്നത്. കോന്നി സുരേന്ദ്രനും വിക്രമും 2 ആനകളെയാണ് ഇവിടേക്ക് ഇന്നലെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് ദൗത്യം അത്തരത്തിൽ നടത്തിയിട്ടില്ല. ഇന്ന് കൂടുതൽ വനംവകുപ്പ് കാണുന്നത് ഈ കടുവ വീണ്ടും ഈ ആക്രമിച്ച ആടിനെ തിന്നാൻ വേണ്ടി എത്താനുള്ള സാധ്യതയുണ്ടെന്ന് എന്നാണ് വനംവകുപ്പ് കരുതുന്നത്. കേശവൻ എന്ന് പറയുന്ന ഈ അമരക്കുനിയിൽ നിന്ന് ഏതാണ്ട് ഒരു ദേവർ ഗദ്ദ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ആ മേഖലയിലാണ് തൂപ്ര എന്ന് പറയുന്ന ഒരു റോഡുണ്ട്. ആ റോഡിന്റെ അടുത്താണ് ഈ കേശവൻ എന്ന് പറയുന്ന ആളുടെ വീട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെയാണ് കടുവ എത്തിയത്. അതിനുശേഷം ഒരു ആടിനെ 4 ആടുകളിൽ തള്ളയാടിനെ പിടിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനെ എന്നിട്ട് ഏതാണ്ട് താഴെ വലിച്ചിട്ട നിലയിലാണ്, വലിച്ചിഴിച്ച് കൊണ്ടുപോയി അവിടെ ഇട്ട നിലയിലാണ് ഉള്ളത്. അതിനുശേഷം ഈ ആടിനെ അവിടെ ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും കൂട് വെക്കുകയും ചെയ്തു. ഈ കൂടിനടുത്ത് വരെ കടുവ എത്തി. പക്ഷേ ഒരു കേബിളിൽ തട്ടി കൂട് വീഴുകയാണ് ഉണ്ടായത്. എന്തായാലും